കൂട്ടുകാരെ, ഇന്നേ ഒരു ക്യാമറയുടെ കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടി വന്നതാണേ. എന്താ കംപ്ലൈൻ്റ് എന്ന് അറിയത്തില്ല. കയറി നോക്കണം കേട്ടോ. ആ കാണുന്ന വീടാണ്, കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, അത് വർക്കാവാനേ. കംപ്ലൈൻറ്റ് ഇപ്പം HDMI 2 എന്നുള്ളത് കാണുന്നില്ല. ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം DVR വർക്കാവുന്നില്ല. DVR വർക്കാവുന്നില്ലെങ്കിൽ അതിനകത്ത് ഒന്ന് ഈ DVRൻ്റെ കംപ്ലയിൻറ്റ്, അതല്ലെങ്കിൽ ഇതിൻ്റെ ചാർജർ കംപ്ലയിൻറ്റ്. ചാർജർ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഈ ചാർജർ മാറ്റിയിട്ട് നമ്മുടെ ഈ വൈഫൈയുടെ ചാർജർ എടുത്തിട്ട് അതിനകത്തോട്ട് കുത്താം. ഇതൊന്ന് വീഡിയോ ഇങ്ങനെ തന്നെ എടുത്തേ. ഇപ്പോൾ DVRൻ്റെ ചാർജർ ഓൾറെഡി നമ്മൾ റിമൂവ് ചെയ്തിട്ട് മറ്റേ വൈഫൈയുടെ അത് രണ്ടും 12 വോൾട്ട് 1.5 ആംപിയറിൻ്റെ ആണ്. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ അത് കുത്താം. അപ്പോൾ DVR മുകളിൽ കാണിയില്ലേ, മുകളിലോട്ട് കാണിച്ചു HDMI 2 വന്നതാണ്. അപ്പോൾ DVR വർക്കായി. ഈ ചാർജർ കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ഈ ചാർജർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? ഈ ചാർജർ നമുക്ക് മാറണം. ചാർജർ 100-300 രൂപ വരും. അല്ല, ഇതുള്ളതാണോ? ചാർജറിന് വാറണ്ടി കിട്ടത്തില്ല. ഇപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ നടക്കൂടി ഇങ്ങനെ അത് മാറ്റാം. ഇടയ്ക്കിടയ്ക്ക് ആ ക്യാമറയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് കാണിക്കാൻ വന്നു, പക്ഷെ പിന്നെ അങ്ങ് മാറി. അങ്ങനെ നമ്മൾ ചാർജർ മാറ്റി ക്യാമറ റെഡി ആക്കിയിട്ടുണ്ട്. ചാർജർ വേണ്ട, ഈ ചാർജർ ക്യാമറയുടെ ഈ ചാർജർ മാറ്റിയിട്ട് പുതിയൊരു ചാർജർ. ലോക്കലാണ് സാധനം. DVM എന്ന് പറയുന്ന കമ്പനിയുടെയാണ് കേട്ടോ. ഇതാണ് വാങ്ങിയിട്ടേക്കുന്നത്.